പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ക്രിയ പൂർത്തിയായിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് ഈ ഒരു ടെൻസിനെ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഉദാഹരണം നോക്കാം. സീത ഹാസ് ലവ്ഡ് രാമ. സീത ഹാസ് ലവ്ഡ് രാമ. സീത രാമനെ സ്നേഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് എന്നും ചിലയിടത്ത് വരാറുണ്ട് അർത്ഥം. അപ്പം നോക്കാം, ഇവിടെ സബ്ജക്റ്റ് ഏതാ? സീത. സീതയുടെ എണ്ണം കർത്താവാണ് സീത. ആ കർത്താവിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഇവിടെ ഹാസും ഹാവും വരുന്നത്. കർത്താവ് ഒരാളാണെങ്കിൽ ഹാസ് എന്നും, ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ ഹാവ് എന്നാണ് വരിക. മനസ്സിലാവും? ഇവിടെ സീത ഒരാളായതുകൊണ്ട് സീത ഹാസ് ലവ്ഡ് രാമ എന്ന് വന്നു. സീത ഒരാളായതുകൊണ്ട് അതിനുശേഷം ഹാസ് വന്നു. ഇനി അടുത്തത്, ഈ ഹാസിന് ശേഷം ആ ക്രിയ വരുന്നില്ല, ആ ക്രിയയുടെ പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കുക. ലവിൻ്റെത് എന്താ? ലവ്, ലവ്ഡ്, ലവ്ഡ് എന്നാണ് വരുന്നത്. അപ്പം ലവിൻ്റെ പാസ്റ്റ് വരുന്ന ലവ്ഡ് എന്നും